കുട്ടികളിലെ വിക്ക് സ്റ്റട്ടറിംഗ് ഇൻ ചിൽഡ്രൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. എന്താണ് സ്റ്റട്ടറിംഗ്? നമ്മൾ നോർമലായി സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നത്, അതായത് ഡിസ്ഫ്ലുവൻ്റ് ആയി സംസാരിക്കുന്നതിനെയാണ് വിക്ക് അഥവാ സ്റ്റട്ടറിംഗ് എന്ന് പറയുന്നത്. കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി അവർ നിർത്തി അല്ലെങ്കിൽ ആലോചിച്ച് ടൈം എടുത്തേക്ക് സംസാരിക്കും. ഇത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കൂടുതലായും 2 to 5 years വരെയുള്ള കുട്ടികളിലാണ് കാണുന്നത്. ഈ ഒരു ടൈമിലാണ് അവർ കൂടുതൽ വേർഡ്സ് പഠിക്കുന്നതും ഭാഷകൾ കേൾക്കുന്നതും വൊക്കാബുലറി ബിൽഡ് ചെയ്യുന്നതും ഒക്കെ. സോ ഈ കേട്ടതും പഠിച്ചതും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നുള്ള ഒരു അമിത ആവേശം അല്ലെങ്കിൽ ഓവർ ആങ്ഷ്യസ് കാരണം വിക്ക് ഉണ്ടാവാം. ചില സമയത്ത് കുട്ടികൾ ഇത് ഇമിറ്റേറ്റ് ചെയ്യാനും നോക്കാറുണ്ട്. കുട്ടികളിലുള്ള വിക്ക് ഒരിക്കലും ഒരു അസുഖമോ പ്രശ്നമോ അല്ല. ഇത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് നമ്മൾ NNF നോർമൽ നോൺ ഫ്ലുവൻസി എന്നാണ് പറയുന്നത്. പക്ഷേ 5 വയസ്സ് കഴിഞ്ഞും ഇത് മാറിയില്ല എന്നാണെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി വിക്ക് ഏതൊക്കെ രീതിയിലുണ്ടെന്ന് നോക്കാം. ചിലപ്പോൾ റിപ്പീറ്റേഷൻ ആയി കാണാം. സൗണ്ട്സ്, വേർഡ്സ്, ഫ്രേസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാം. പ്രൊലോങ്ങേഷൻ ആയി കാണാം. ശബ്ദങ്ങൾ നീട്ടി പറയും. സംസാരിക്കുന്ന സമയത്ത് പോസസ്, അതായത് സ്വാഭാവികമല്ലാത്ത ഇടവേളകൾ, പിന്നെ ബ്ലോക്സ് ഒക്കെ കാണാം. ആ പോലുള്ള ശബ്ദങ്ങളൊക്കെ ഇവയിൽ പെടുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ സെക്കൻഡറി ബിഹേവിയേഴ്സും പ്രകടമാവും. സംസാരിക്കുന്ന സമയത്ത് ഐ കോണ്ടാക്ട് തരാതിരിക്കുക, കണ്ണ് ചിമ്മുക, ലെഗ്സ് ഷെയ്ക്ക് ചെയ്യുക, ചുണ്ട് ചലിപ്പിക്കുക, ഇതൊക്കെയാണ് സെക്കൻഡറി ബിഹേവിയേഴ്സിൽ വരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. താങ്ക് യു.